പ്രശസ്ത നടനായ പൃഥ്വിരാജിനെ കുറിച്ചാണ്. പൃഥ്വിരാജിൻ്റെ സംവിധാന ശൈലിയെക്കുറിച്ചാണ്. പൃഥ്വിരാജിൻ്റെ സംവിധാന ശൈലി എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ അച്ഛൻ സുകുമാരൻ, അതായത് ഡയലോഗ് വീരൻ എന്നൊക്കെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് എഴുതാറ്. ഇത്രയും മനോഹരമായിട്ട് ഡയലോഗ് പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരു നടൻ സുകുമാരൻ മാത്രമായിരുന്നു. ആ സുകുമാരൻ്റെ മകനാണ് പൃഥ്വിരാജ്. സുകുമാരനൊരു സ്വപ്നമുണ്ടായിരുന്നു, ഒരു സംവിധാനം എന്ന സ്വപ്നം. ആ സംവിധാനം എന്ന സ്വപ്നത്തിലേക്ക് നടന്ന് അടുത്തത് സ്വന്തം സിനിമകൾ നിർമ്മിച്ചുകൊണ്ടായിരിക്കും ആലോചിക്കണം. അതിനാദ്യം അദ്ദേഹം പടയണി എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. ഇവിടുത്തെ മമ്മൂട്ടി, മോഹൻലാൽ, CM അടക്കമുള്ള വമ്പൻ ആർട്ടിസ്റ്റുകൾ തങ്ങൾ 2 മക്കളുടെ പേരിലാണ് ബാനർ. ഇന്ദ്രജിത്തും പൃഥ്വിരാജും, ഇതിൻ്റെ 2 പേര് ചേർത്താണ് ബാനർ ഉണ്ടായിട്ടുള്ളതെന്ന് ആലോചിക്കണം. അപ്പോൾ ആ സ്വപ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ടതിലാണ് സുകുമാരൻ ഇല്ലാതായത്. സുകുമാരൻ മരിച്ച് 5 വർഷത്തിന് ശേഷമാണ് പഠിക്കാൻ പോയിരുന്ന പൃഥ്വിരാജ് സിനിമയിലേക്ക് വന്നതെന്ന് ആലോചിക്കണം. അന്നേ അച്ഛൻ്റെ സ്വപ്നങ്ങൾ പൂവണിയിക്കണം എന്നൊരു ആഗ്രഹം ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പരസ്യമായി തന്നെ തുറന്നു പറയുന്നൊരു ചെറുപ്പക്കാരൻ. ഇവന് വട്ടാണോ എന്ന് പലരും വിശ്വസിച്ചിരുന്നു. ഇങ്ങനെ പല വീഡിയോകളും ഈ വളരെ അഗ്രസീവായിട്ട് തന്നെ ഈ പൃഥ്വിരാജിനെ ആക്രമിക്കുകയും ചെയ്തു. അവിടെ ഒന്നും കുലുങ്ങാതെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ നടന്നെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരൻ മലയാള സിനിമയിൽ ആധിപത്യം സ്ഥാപിച്ചതെന്ന് ആലോചിക്കണം.